സമയം രാത്രി 12 മണി. നിങ്ങൾ നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നല്ല മഴയൊക്കെ ഉണ്ട്, പുറത്ത് പൊതച്ച് മൂടി ഉറങ്ങുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചുണർത്തിയാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു വികാരം, ഇമോഷൻ ഉണ്ടാവുക? നല്ല ദേഷ്യം വരും, ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും, ഇതൊക്കെ സംഭവിക്കാം അല്ലേ? എന്നാൽ നേരെ തിരിച്ച് ഞാൻ നിങ്ങളോടപ്പോൾ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ്, നമുക്കിപ്പോൾ ഒരു യാത്ര പോയാലോ? ഇപ്പോൾ രാവിലെ ഇങ്ങനെ ചുരം കയറി നമ്മളിങ്ങനെ ഊട്ടിയിലെത്തുകയാണെങ്കിൽ ആ മഞ്ഞൊക്കെ കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന് റെഡി ആയിട്ടുള്ള മേ ബി കുറച്ച് ആളുകളുണ്ടാവും അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ നല്ല ബിരിയാണി ഇങ്ങനെ ദമ്മിട്ട് വെച്ചതുണ്ട്, ഇപ്പോൾ പൊട്ടിച്ചാൽ നല്ല ചൂടോട് കൂടി അത് കഴിക്കാമെന്ന് പറഞ്ഞാലോ? അപ്പോഴും നല്ല താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണത്? കാരണം യാത്ര നിങ്ങളിൽ കുറച്ച് ആളുകളുടെ പാഷനാണ്. അതേപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഫുഡീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരെ സംബന്ധിച്ചിടത്തോളം പാഷനാണ് അല്ലേ? അപ്പോൾ ഇതിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളോട് എല്ലാവരും പറയാറുണ്ട് നമ്മുടെ പാഷനാണ് നമ്മൾ കരിയർ ആക്കേണ്ടത് എന്നുള്ളത്. എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് നമ്മുടെ പാഷൻ കരിയർ ആക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഇനി പാഷൻ കരിയർ ആക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? ഇനി പാഷൻ കരിയർ ആക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കഷൻസൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് പാഷൻ എന്നുള്ളത് ഞാൻ ആദ്യത്തെ ആ കഥയിലൂടെ നിങ്ങളോട് വിശദീകരിച്ചു. എന്താ പാഷൻ? രാത്രി 12 മണിക്കും നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തൊരു കാര്യത്തെയാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുന്നത്. പല ആളുകളും പറയാറുണ്ട് പാഷനാണ് നമ്മൾ കരിയർ ആക്കേണ്ടത്. കാരണം എന്താ? നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യത്തെയാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളത് അത്രയും മടുപ്പില്ലാതെ ഏത് പാതിരാത്രിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ പാഷൻ എന്നതിനെ എല്ലാവർക്കും കരിയർ ആക്കാൻ സാധിക്കുമോ? ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ രാത്രി 12 മണിക്ക് യാത്ര പോകാൻ നിങ്ങൾ റെഡി ആയിരിക്കും. കാരണം യാത്ര ചെയ്യുക, റൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പാഷനായിരിക്കും. പക്ഷേ എത്ര ആളുകൾക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു കരിയറാക്കി മാറ്റാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ ബിരിയാണി തിന്നുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ പാഷനായിരിക്കും. പക്ഷേ ഈ ഫുഡ് കഴിക്കുക എന്നുള്ളത് എത്ര ആൾക്ക് കരിയറാക്കി മാറ്റാൻ പറ്റും? അത് വളരെ കുറച്ച്, മേ ബി ഒരു ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ പറ്റുള്ളൂ അല്ലേ? സോ ഡെഫിനറ്റ്ലി എല്ലായ്പ്പോഴും പാഷൻ എന്നുള്ളതിനെ നമുക്ക് കരിയറാക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? പാഷൻ എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ പോലും 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ആ പാഷന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് വേൾഡിൽ നിങ്ങൾക്കല്ലാതെ മറ്റാളുകൾക്ക് ഇത് എത്രത്തോളം വാല്യബിൾ ആണ്. നിങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വാല്യബിൾ ആയിരിക്കും. നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളത് മറ്റൊരാൾക്ക് എത്രത്തോളം വാല്യബിൾ ആണ് അല്ലേ? ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അല്ലേ? അങ്ങനെ വാല്യബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനൊരു റെന്യൂമറേഷൻ അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണല്ലോ നമ്മൾ കരിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം സ്കിൽഡ് ആണ്, എക്സ്പേർട്ടീസ് ഉള്ള ആളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നതിൽ പാഷനേറ്റ് ആണ്. ഞാൻ IIT-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. കാരണം ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എൻ്റെ പാഷനാണ്. ഞാൻ മോശമില്ലാതെ കളിക്കുന്ന ഒരാളാണ് അല്ലേ? കൂട്ടത്തിൽ കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ കരിയർ ആക്കാൻ പറ്റിക്കോണമെന്നില്ല. കാരണം എനിക്ക് അത്ര നന്നായിട്ടൊന്നും എനിക്ക് കളിക്കാൻ അറിയില്ല. ഞാനൊരു പ്യുവർ ജോയ്ക്ക് വേണ്ടിയാണ് അത് കളിക്കുന്നത്. അല്ലാതെ ഞാൻ ഫുട്ബോളിൽ വല്ലാതെ സ്കിൽഡ് ആയിട്ടൊന്നല്ല ഞാൻ ആക്ച്വലി കളിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? എന്നാൽ എങ്ങനെയാണ് എനിക്കത് കരിയർ ആക്കാൻ പറ്റുക? ഞാൻ എത്രത്തോളം അതിൽ സ്കിൽഡ് ആവാൻ പറ്റും, അത്രത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് സ്കിൽഡ് ആയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അത് കരിയർ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് വന്നു. ഒന്ന് പ്രൊഫഷൻ എന്നുള്ളതാണ്. എന്താണ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ, നമുക്ക് എന്തിലാണോ സ്കില്ലുള്ളത് അതാണ് നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം വൊക്കേഷൻ എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മുടെ വൊക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫുട്ബോൾ കളിച്ചതുകൊണ്ട് എൻ്റെ ഫുട്ബോൾ സ്കിൽ ലോകത്തിലാർക്കും ആവശ്യമില്ല, ഒരു ക്ലബിനും എന്നെ ആവശ്യമില്ല. കാരണം എന്താ? ഞാനതിൽ സ്കിൽഡ് അല്ല. അപ്പോൾ എനിക്കതിൽ ഒരു പ്രൊഫഷണൽ സ്കില്ലും ഇല്ല, എനിക്കതിൽ നിന്ന് ഒരു വൊക്കേഷൻ ലഭിക്കാനുമില്ല. ഇനി ചിലപ്പോൾ എനിക്ക് നന്നായി പ്രൊഫഷണൽ സ്കില്ലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ നല്ലൊരു ഡ്രൈവർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ നല്ലൊരു റൈഡർ ആയിരിക്കും. ഇനി ഞാൻ പ്രൊഫഷണലി വളരെ ഓക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് ലോകത്തിന് എന്തെങ്കിലും കിട്ടാണ്ടോ? നമ്മുടെ ഒരു പ്യൂർ എൻജോയ്മെൻ്റ് അല്ലാതെ. അപ്പോൾ അവിടെ വൊക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പാഷനും പ്രൊഫഷനും വൊക്കേഷനും ഒരുമിച്ച് വരുന്നിടത്താണ് ആക്ച്വലി നല്ലൊരു കരിയർ ഇൻ്റർസെക്റ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാൻ
ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അതേപോലെ നിങ്ങൾ മേ ബി ഒരു LKG മുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ട്രോഫികളോ സർട്ടിഫിക്കറ്റുകളോ, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും. സ്കൂളിലൊരു യൂത്ത് ഫെസ്റ്റിൽ നമ്മൾ പാട്ട് പാടിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂസ് പ്രോഗ്രാം ആയിരിക്കാം, എലക്യൂഷൻ ആയിരിക്കാം, എന്തെങ്കിലും എഴുത്ത് പരിപാടികളായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പാഷൻ എവിടെയാണ് ലൈ ചെയ്യുന്നത്, അതോടൊപ്പം നിങ്ങളുടെ പ്രൊഫഷൻ എവിടെയാണ് ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും. ഈ മനസ്സിലാകുമ്പോഴാണ് ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മളെ തീർച്ചയായിട്ടും നല്ലൊരു കരിയറിൽ എത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പാഷനെ നമ്മൾ കരിയറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഇത് നല്ല ഡെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ മെസ്സി എന്നുള്ളൊരു ഫുട്ബോൾ പ്ലെയർ, അദ്ദേഹം ഇന്ന് വേൾഡ് അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറായി മാറുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? അത് അദ്ദേഹം 13ാമത്തെ വയസ്സിൽ തുടങ്ങിയൊരു അധ്വാനമാണ്. അന്ന് അർജൻറ്റീനയിൽ, സൗത്ത് അമേരിക്കയിലെ അർജൻറ്റീനയിൽ നിന്ന് എവിടേക്കാണ് പോയത്? യൂറോപ്പിലെ സ്പെയിനിലെ ബാഴ്സലോണയിലോട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി 13കാരനായിട്ടുള്ള, നിങ്ങളെക്കാളും എന്നെക്കാളും എത്രയോ പ്രായം കുറഞ്ഞ മെസ്സി പോവുകയാണ് ഭാഷ അറിയാത്ത, ദേശം അറിയാത്തൊരു സ്ഥലത്തോട്ട്. അത് വലിയൊരു ത്യാഗമാണ്, അല്ലേ? അത് ഡെഡിക്കേഷനാണ്. ആ ഡെഡിക്കേഷൻ്റെ വിലയാണ് ഇന്ന് നമ്മൾ കാണുന്ന മെസ്സിയുടെ ബ്രാൻഡ് വാല്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാതെ ഞാനിതിൽ പാഷനേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആ ഏരിയയിൽ ഇന്ന് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ ലോകത്ത് എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ട്, ആ അപ്ഡേഷൻ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ, ലേൺ ചെയ്യാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത്, ഇതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ എൻ്റെ ലൈഫിൽ, അതായത് എൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് പുറമെ എനിക്കൊരു റെന്യൂമറേഷൻ ഇതിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ലൊരു റൈഡർ ആയിരിക്കും, നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ എന്തായിരിക്കും? മേ ബി ഒരു ഫോർമുല 1 ഡ്രൈവർ ആവുക എന്നുള്ളതായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് വളരെ കുറച്ച് ആളുകളെ മാത്രം ആവശ്യമുള്ളൊരു ഫീൽഡാണ്, അല്ലേ? എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? എന്താണ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡോക്ടർ ആവുകയാണ്, നിങ്ങൾക്ക് നല്ല ഡയഗ്നോസ്റ്റിക് സ്കിൽസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾ ഡോക്ടറാണ്. ലോകത്ത് ഒരുപാട് ഡോക്ടർമാർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ലോകത്ത് എത്ര ഫുട്ബോൾ പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്? ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെയോ അത്ര ഫുട്ബോൾ പ്ലേയേഴ്സിനെ ആക്ച്വലി ലോകത്തിന് ആവശ്യമുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കളിക്കാം, പക്ഷേ ലോകത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിൽ നമ്മൾ എക്സ്ട്രീംലി സ്കിൽഡ് ആവുന്നത്, അല്ലേ? അതുകൊണ്ടാണ് IPL ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് മാത്രം കളിക്കുന്നത്. അത്രയധികം ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിൽ എക്സ്ട്രീംലി സ്കിൽഡ് ആവുക എന്നുള്ളത് പ്രധാനമാണ്. അത്രയധികം ഫോർമുല 1 ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളതിൽ എക്സ്ട്രീംലി സ്കിൽഡ് ആവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കൂടി നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്കിൽസ് ഉള്ള, നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള 3, 4, 5 ഏരിയകളുണ്ടാവും. ഈ 4-5 ഏരിയകളിൽ എവിടെയാണ് എനിക്ക് എക്സൽ ചെയ്യാൻ പ്രോബബിലിറ്റി കൂടുതലുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്. രണ്ടിനോടും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറിയോ കുറഞ്ഞോ ഇഷ്ടമുണ്ടാവും. ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അസസ് ചെയ്യേണ്ട കാര്യം, രണ്ടിലും ഞാൻ ഓക്കെയാണ്, രണ്ടിലും ഞാൻ സ്കിൽഡ് ആണ്. ഏതാണ് ഞാൻ കരിയറായി ചൂസ് ചെയ്യേണ്ടത്? ഹിസ്റ്ററിയിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്നെന്താണ്? അവിടെ ചിലപ്പോൾ കുറച്ച് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. എന്നാലും ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്ങിൽ ഞാൻ പോവുകയാണെങ്കിലോ എനിക്ക് എഞ്ചിനീയറിംഗ് എന്നുള്ള വലിയൊരു ഓപ്ഷൻ അവിടെ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഡിമാൻഡ് എവിടെയാണ്? ഞാൻ വിജയിക്കാൻ പ്രോബിലിറ്റി എവിടെ കൂടുതൽ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, ഞാൻ രണ്ടിലും എക്സൽ ചെയ്യുമായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എവിടെയായിരിക്കും ബെറ്റർ എന്നുള്ളത്? അത് ചിലപ്പോൾ എഞ്ചിനീയറിംഗിലായിരിക്കും, അല്ലേ? എനിക്കിവിടെ ലിറ്ററേച്ചർ ഉണ്ട്, അപ്പുറത്ത് മെഡിസിൻ ഉണ്ട്. ഇതിലേതിലായിരിക്കും ഞാൻ ബെറ്റർ? ഇതൊരു ട്രേഡ് ഓഫ് ആണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്കിൽഡ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളത് ഹാൻഡ്സ് ഓൺ ആയി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം ഹാൻഡ്സ് ഓൺ ആയി ചെയ്ത് വെക്കാൻ സാധിക്കും, ആ ഏരിയകളിലുള്ള ആളുകളോട് നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റും. ഒരു കരിയർ എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടി തിരഞ്ഞെടുക്കുകയാണ്, അല്ലേ? അപ്പോൾ ഒരു ഡോക്ടറോട് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടി വരും. ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറോട് സംസാരിച്ച് നോക്കുക, എന്താണ് അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ആ ലൈഫ് സ്റ്റൈൽ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണോ? അതല്ലെങ്കിൽ ലിറ്ററേച്ചറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരനോട്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ പോയിട്ടുള്ള ഒരു പ്രൊഫസറോട് സംസാരിച്ച് നോക്കുക, അയാളുടെ ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എനിക്ക് എന്തെല്ലാമാണ് എനിക്ക് ഇൻപുട്സ് എടുക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബേസിക്കലി നമ്മളൊരു കരിയർ നമുക്ക് ഫിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം പേഴ്സിസ്റ്റൻസ്, നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായും നമുക്ക് വിജയം ഉണ്ടാകും. ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിലോ, നമ്മൾ പേഴ്സിസ്റ്റ് ചെയ്തില്ലെങ്കിലോ, നമ്മളൊരു പെട്ടെന്നൊരു കാര്യത്തിലോട്ട് പോകുമ്പോൾ എല്ലാവരും കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാനങ്ങനെ പെട്ടെന്നൊരു ഭൂമിയിലോട്ട് പോയി പിന്നെയും താഴോട്ട് വരുന്നൊരവസ്ഥയാണെങ്കിലോ, ദെൻ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും പാഷനെ കരിയർ ആക്കാൻ പറ്റില്ല. പാഷനെ കരിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ.